ഒരു വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അയ്യപ്പനെ കണ്ട് ആ സന്തോഷം പങ്കുവെക്കാൻ. അല്ല, എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പ്രായം മുതൽ തന്നെ ശബരിമലയിൽ വരുന്ന രീതിയുണ്ട്. ചില വർഷങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ വരുന്നുണ്ട്. മറ്റൊന്ന് യുവമോർച്ച പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും ചില വിഷയങ്ങൾ ഇടപെട്ടതിന്റെ ഫലമായിട്ട് നിരവധി ദിവസങ്ങൾ ഇവിടെയും പമ്പയിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അതിനുശേഷമൊക്കെ തന്നെ ദിവസങ്ങളോളം പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊക്കെ അറിയാം നന്നായിട്ട് സന്നിധാനത്തിൽ ഇവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് ചില ദിവസങ്ങളിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ മുൻപ് മുതൽ തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ ശബരിമലയിൽ പരമാവധി വരുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ. ഇപ്പോൾ മേയറായതിനു ശേഷം ആദ്യമാണ് ഈ മണ്ഡലകാലത്തിൽ അങ്ങനെ വരാൻ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ധാർമ്മികത നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതിനൊരു ശക്തി തരണമെന്ന് എല്ലാ ഈശ്വരന്മാരോടും പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നതാവണം എന്നൊരു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്താൽ ഈശ്വരൻ കേൾക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ധർമ്മത്തിന് നിരക്കുന്നതായിരിക്കണം, ജനങ്ങൾക്ക് പൊതുപ്രവർത്തകർ ചെയ്യുമ്പോൾ ഗുണപ്പെടുന്നതായിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമുണ്ട്. നമുക്ക് അടുത്തൊരു തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു കരുത്തിനോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴേക്കും അതിൽ മികച്ച വിജയം ഉണ്ടാകണമെന്നും ആ വിജയമൊക്കെ തന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉതകുന്നതാകണമെന്നും പ്രാർത്ഥിക്കാറുണ്ട്.